പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഹൈന്ദവത്തിൽ പറയുന്ന കലി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ശക്തി, ബൈബിളിൽ പറയുന്ന അന്തിക്രിസ്തു അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു എന്ന് പറയും, ഖുറാനിലൊക്കെ പറയുന്ന ദജ്ജാൾ, ഇത് മൂന്നും ഒന്നാണോ അതോ ഇത് മൂന്ന് നെഗറ്റീവ് ശക്തികളാണോ? ശരിക്കും ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് പലരും വിളിക്കുന്നുണ്ട്. ഇവരെ കുറിച്ചാണ് ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇതിലും ആഴത്തിൽ പല കാര്യങ്ങളുണ്ട്. സംശയങ്ങൾ കമന്റുകൾ ചെയ്താൽ ഇതൊക്കെ വെച്ച് അടുത്ത കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പൊ ഈ മൂന്ന് ശക്തികള്, ഇത് മൂന്ന് ആസുരിക ശക്തികൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് മൂന്ന് മാത്രമല്ല, ബുദ്ധമതത്തിലാണെങ്കിലും മറ്റ് ജൈന മതത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് മതത്തിലാണെങ്കിലും അതിലൊക്കെ ഇതേപോലെ ഒരു നെഗറ്റീവ് ശക്തിയെ ബൂസ്റ്റ് ചെയ്ത് പറയും. ഇത് ഈ അന്ത്യകാലത്ത് അല്ലെങ്കിൽ കലിയുഗത്തിന്റെ അവസാന ഭാഗത്തോട് ഈ അല്ലെങ്കിൽ ഈ ശക്തികളെല്ലാം തോൽപ്പിച്ച് നശിപ്പിച്ച് ഒരു സത്യയുഗം വരും, അല്ലെങ്കിൽ നല്ലൊരു കാലഘട്ടം വരും എന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ മൂന്ന് ശക്തികൾ അല്ലെങ്കിൽ ഈ മൂന്ന് ശക്തികൾ ശരിക്കും ഒന്നാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. നമ്മൾ ഈ ഹൈന്ദവത്തിൽ വെച്ച് നോക്കിയാൽ തന്നെ ദേവീദേവന്മാരെ വെച്ച് നോക്കുമ്പോൾ ഈ ഭാവങ്ങൾ പറയും. ഒരു ദേവിക്കാണെങ്കിൽ 9 ഭാവങ്ങളുണ്ടെന്നും ഇല്ലെങ്കിൽ മറ്റ് ശക്തികൾക്കൊക്കെ അതിൻ്റെതായ പല ഭാവങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ സൃഷ്ടാവ ദൈവത്തിന് തന്നെ 3 ഭാവങ്ങളുണ്ട്. ഒന്ന് സൃഷ്ടിയുടെ ഭാവം, ഒന്ന് പരിപാലനത്തിന്റെ ഭാവം, ഒന്ന് നശീകരണത്തിന്റെ ശിക്ഷയുടെയൊക്കെ ഭാവം. ഇത് മൂന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 സ്വഭാവമാണ്, 3 രീതിയിലുള്ള പ്രവൃത്തികളാണ്, പക്ഷെ ആളൊന്നാണ്. അതുപോലെ തന്നെ ഈ ആസുരിക ശക്തികൾക്കും ഈ പ്രധാന ഭാവങ്ങളുണ്ട്, പല രീതിയിൽ അല്ല പല പ്രവർത്തന മേഖലകളുണ്ട്. പക്ഷെ ഈ ശക്തികളൊക്കെ ഒന്നായിരിക്കും, പക്ഷെ പല പേരിലായിരിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഈ ഹൈന്ദവത്തിൽ നോക്കിയാലും മുസ്ലിംസിന്റെ നോക്കിയാലും മറ്റ് പണ്ടത്തെ കാലഘട്ടത്തെ ഈജിപ്തും അവിടെയൊക്കെ നോക്കിയാലും ഇപ്പൊ മഴ പെയ്യുന്ന ദേവൻ അല്ലെങ്കിൽ മഴ ഉണ്ടാക്കുന്ന ദേവൻ, ഇടിമിന്നലിന്റെ ദേവൻ എന്നൊക്കെ പറഞ്ഞ് വരുന്ന അവരുടെ പേരുകൾ വ്യത്യാസമാണെങ്കിലും അവരുടെയൊക്കെ ഡ്യൂട്ടിയും രീതികളൊക്കെ നോക്കുമ്പോൾ എല്ലാ മതത്തിലൊക്കെ പറയുന്നത് അതിന്റെ ഒരാൾ തന്നെയാണ്. പക്ഷെ പേരുകൾ പല രീതിയിൽ പല സംസ്കാരം വെച്ച് പല കാലഘട്ടത്തും പല പേരുകളിട്ട് പറയുന്നതേ ഉള്ളൂ പല ദേശത്തുള്ളവരും. അതുപോലെ തന്നെ ഈ കലിയും ദജ്ജാളും ആന്റി ക്രൈസ്തും ഒക്കെ ഒരു പ്രധാന പൈശാചിക ശക്തി, ഇതിന്റെയൊക്കെ ഒരു തലവൻ, ഒരു നേതാവായ ഒരു പൈശാചിക ശക്തിയുടെ വിവിധ ഭാവങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വിവിധ ഭാവങ്ങളായിട്ട് പറയുന്നത്, വിവിധ പേരുകൾ പറയുന്നതിന്റെ കാരണം ഈ ശക്തി ഒന്നാണെങ്കിലും ഇതിന്റെ പകർച്ച എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഇപ്പൊ കലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദജ്ജാൾ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രധാന പൈശാചിക ശക്തിയുടെ പകർച്ച സകല മനുഷ്യരിലും ഉണ്ട്. ചിലരിൽ വളരെ കുറവായിരിക്കും, ചിലരിൽ വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ പലതും വരും. ഇപ്പം സൃഷ്ടാവാൻ ദൈവം എല്ലാവരിലും ഉണ്ടല്ലോ. പ്രധാന ദേവന്മാർ അല്ലെങ്കിൽ മറ്റ് മാലാഖമാർ അവരുടെ പകർച്ച എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ പല പല പേരിലും പല രീതിയിൽ പറയുന്നതിൻ്റെ ഉള്ളൂ. ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ പ്രവൃത്തി മേഖലകളും നമ്മുടെ ഡ്യൂട്ടിയും നമ്മുടെ ഭാവിയും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതെല്ലാം ഈ ദേവന്മാരൊക്കെ തന്നെയാണ്. പല പേരിട്ട് പറയുന്നുണ്ടെങ്കിലും ഈ പവേഴ്സുകൾ എല്ലാ മനുഷ്യരിലുണ്ട്, ജീവജാലങ്ങളിലും ഒക്കെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ ആസുരിക ശക്തികളും പൈശാചിക ശക്തികളും ഈ പ്രപഞ്ചത്തിലും നമ്മളിലും ജീവജാലങ്ങളിലും ഒക്കെ ഇവരുമൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഏറ്റക്കുറച്ച് അളവുകൾ കൂടിയും കുറഞ്ഞിരിക്കും. ഇപ്പൊ എന്നിലും ഉണ്ട്. ഇപ്പൊ കലി എന്ന് പറയുന്ന ശക്തി വേണമെങ്കിൽ നമുക്ക് ആന്റി ക്രൈസ്റ്റ് എന്നാണെങ്കിലും പറയാം, ദജ്ജാൾ എന്ന് പറയാം. ഇതൊക്കെ എന്നിലും ഉണ്ട്, നിങ്ങളിലും ഒക്കെ ഉണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ തോൽപ്പിക്കുന്നു, ഇതിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കുന്നു, അല്ലെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ ജയിക്കുന്നു, അതിലാണ് നമ്മുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. നമ്മൾ ആത്മാവിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളിലുള്ള ദജ്ജാളിനെ നമ്മൾ തന്നെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ നശിപ്പിക്കണം. നമ്മളിലുള്ള കലിയെ നമ്മൾ തന്നെ തോൽപ്പിക്കണം. നമ്മളിലുള്ള എതിർ ക്രിസ്തുവിനെ നമ്മൾ തന്നെ തോൽപ്പിക്കണം. ഇതാണ് ശരിക്കും വേണ്ടത്. അവരവർ തന്നെ അവരവരിലുള്ള ഈ ശക്തികളെ ജയിക്കുക. ഇത് ഇവർ മാത്രമല്ല, ഇവർ പ്രധാന ശക്തിയാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോടാനുകോടി പൈശാചിക ശക്തികളുടെ പകർച്ചകളും എല്ലാവരിലും ഉണ്ട്, ഇല്ലെന്നല്ല. ദൈവത്തിന്റെ ശക്തികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഈ പ്രപഞ്ചം മൊത്തം ഉണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. പ്രപഞ്ചത്തിലുള്ള സകലമാന സാധനങ്ങളുടെയും സകലമാന ശക്തികളുടെയും അല്ലെങ്കിൽ എനർജീസിന്റെയൊക്കെ ഒരു പകർച്ച എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ ഇവർ ഈ പ്രധാനമായി നിൽക്കുന്ന, ഇവരുടെയൊക്കെ ഹെഡായി നിൽക്കുന്ന ഈ പൈശാചിക ശക്തിയാണ് ഇതിന്റെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 3 പേര്.
എന്താണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാളിൽ ഈ ശക്തി അവനിൽ നിൽക്കുമ്പോൾ, ദജ്ജാൽ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന രീതി ഖുറാനിൽ അല്ലെ മുഹമ്മദ് നബിയിലൂടെ ദൈവം എന്തൊക്കെയാണോ മെസ്സേജുകൾ മനുഷ്യർ കൊടുത്തത്, അല്ലെ എന്താണോ പഠിപ്പിച്ചത്, ഇതിനെ എവർ പോലും അറിയാതെ നൈസായിട്ട് മാറ്റി നേരെ വിപരീത പദത്തിലാക്കി എടുക്കുക എന്നതാണ് ഈ ദജ്ജാൽ എന്ന രീതിയിൽ നിന്നുകൊണ്ട് ഈ പൈശാചിക ശക്തി ചെയ്യുന്ന പരിപാടി. ഭയങ്കര ഭക്തിയായിരിക്കും, 5 നേരം ചിലപ്പോൾ നിസ്കരിക്കും. പക്ഷെ ഇതെങ്ങനെ തിരിച്ചറിയാം? ഇപ്പോൾ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ഉള്ളിൽ ഈ ദജ്ജാൽ എന്ന രീതിയിൽ ഈ പൈശാചിക ശക്തി എത്രത്തോളം പവർഫുൾ ആണ് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ചാൽ, ആ വ്യക്തിയുടെ ജീവിത രീതിയും പ്രവൃത്തിയും ശരിക്കും നബി പഠിപ്പിച്ചതുപോലെ തന്നെയാണോ എന്ന് നമ്മളൊന്ന് വാച്ച് ചെയ്താലേ തിരിച്ചറിയാൻ പറ്റൂ. ഭയങ്കര ഭക്തിയായിരിക്കും, വേഷത്തിലും എല്ലാം പൂർണ്ണ ഭക്ത രീതിയിലായിരിക്കും ഇവരുടെ രീതി. പക്ഷെ പ്രവൃത്തി കംപ്ലീറ്റും ദജ്ജാലിന്റേതായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ. അതേപോലെ തന്നെ ആന്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തു ഒരുവനിലുണ്ടോ എന്ന് നോക്കിയാൽ സെയിം പിശാച് തന്നെയാണ്. പക്ഷെ ഇവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഇത് ഈ രീതിയിലായിരിക്കും. ഇങ്ങനെ നോക്കിയാൽ ഭയങ്കര ഭക്തിയെ കാണും. ഭക്തി ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഭക്തി ഇല്ലാതാക്കുന്ന പരിപാടി അവൻ ചെയ്യും. പക്ഷെ ഭക്തി ഉള്ളവരുടെ കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഭയങ്കര ഭക്തിയായിരിക്കും, ഭയങ്കര പ്രാർത്ഥനയായിരിക്കും, തുള്ളും ചാടും ബേളം വയ്ക്കും, ചടങ്ങ് പോലെ സകലമാന കാര്യങ്ങളും ചെയ്യും. പക്ഷെ എങ്ങനെ നമുക്ക് ഇവന്റെ ആന്റി ക്രിസ്തു അല്ലെ ആന്റി ക്രൈസ്റ്റ് ഇവന്റെ ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് പറഞ്ഞാൽ, അവന്റെ ജീവിതം നോക്കിയാൽ അറിയാൻ പറ്റും. യേശുവോ ബൈബിളിൽ പറയുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല അവന്റെ സ്വഭാവവും അവന്റെ ജീവിതവും രീതിയെല്ലാം. പക്ഷെ ഭക്തിയുണ്ടോ, ചടങ്ങുകളെല്ലാം ചെയ്യുന്നുണ്ടോ, ഈ ചടങ്ങുകളെല്ലാം ചെയ്യും. ഈ പിശാചിന്റെയൊക്കെ പ്രത്യേകതയാണ്. സകലമാന ചടങ്ങുകളും തെറ്റാതെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ ഈ മനുഷ്യൻ എന്ത് വിചാരിക്കും, ഞാൻ ഈ ചടങ്ങുകളെല്ലാം കറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായിരിക്കും ആണ് എന്ന് വിശ്വസിച്ച് ഇവൻ പോകും. ഇങ്ങനെ വിശ്വസിപ്പിക്കുന്ന പരിപാടിയാണ് ഈ നെഗറ്റീവ് ശക്തികൾ അല്ലെ പൈശാചിക ശക്തികൾ ചെയ്യുന്നത്. ഒരു ഹിന്ദു ആണെങ്കിലും അവന്റെ ഉള്ളിൽ കലിയുണ്ടോ എന്ന് നോക്കിയാൽ അവന്റെ സ്വഭാവം, നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ മനസ്സിലാവും. 2 നേരം അമ്പലത്തിൽ പോവും, പിന്നെ ഇങ്ങനെയുള്ള തീർത്ഥകേന്ദ്രങ്ങളിലൊക്കെ പോവും, ഇങ്ങനെയുള്ള പല പരിപാടികളൊക്കെ ചെയ്യും. ഭയങ്കര വ്രതമെടുക്കലായിരിക്കും, നോമ്പ്, ഇതെല്ലാം മതത്തിൽ എല്ലാവരും എല്ലാം ചെയ്യും. പക്ഷെ ഈ ശക്തിയാണോ ഇവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ അവന്റെ ജീവിത രീതി, സ്വഭാവം, അടിസ്ഥാന സ്വഭാവം നോക്കിയാൽ നമുക്ക് പിടികിട്ടും. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ സാധനങ്ങൾ നിരീശ്വരവാദികളിലുള്ളതൊന്നുമല്ല. നിരീശ്വരവാദിയിലും ഇവർ ഈ സാധനങ്ങൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവർ ഇങ്ങനെയുള്ള ശക്തികളിൽ നിന്ന് വിശ്വസിക്കാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള യാതൊരു പേരിലും ഇവർ പ്രവർത്തിക്കില്ല. അവരെയും സ്വഭാവം വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ പിശാചിന്റെ ഈ നേതാവ് ഉണ്ടോ എന്ന് അവന്റെ സ്വഭാവത്തിലൂടെ മനസ്സിലാവും. പക്ഷെ ദജ്ജാൽ ഉണ്ടോന്നോ ആന്റി ക്രിസ്തു ഉണ്ടോന്നൊന്നും നോക്കാൻ പറ്റില്ല. കാരണം ആ പേരിലല്ലല്ലോ ഇവൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവനിൽ ഈ ശക്തി ഇരുന്നും കൊണ്ട് ഇവന്റെ സ്വഭാവത്തെ മാത്രം ഈ ലെവലിലാക്കി മാറ്റിയിരിക്കും. ഇപ്പം ഒരു ജനപ്രതിനിധിയാണെങ്കിലും അവനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ആർത്തി, അത്യാഗ്രഹം, പണത്തോടുള്ള ആർത്തി, വ്യഭിചാരം, തമ്മിൽ തല്ലിപ്പിക്കുന്ന സ്വഭാവം, കുതുകാൽ വെട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സകലമാന സ്വഭാവങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മനസ്സിലാവും അവന്റെ ഉള്ളിൽ ഈ പൈശാചിക നേതാവ്, ശക്തിയുടെ നേതാവ് ഉണ്ടോ എന്ന് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവന്റെ ജീവിത രീതിയിലോ അവന്റെ സംസാരത്തിലൊന്നും അത് പിടികിട്ടൂല. ഇതെല്ലാവരിലും ഉണ്ട്. ഇപ്പൊ എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്. ഇപ്പൊ എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിലുള്ള ഈ ശക്തിയെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് നമ്മൾ ആത്മീയമായി മുന്നേറി ദൈവത്തിലേക്ക് എത്തുക. അപ്പൊ ഒരു മനുഷ്യന്റെ മെയിൻ കടമ അല്ലെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പൈശാചിക ശക്തിയെ അല്ലെങ്കിൽ ഈ മെയിൻ ശക്തിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ അന്ത്യകാലത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ ശക്തി അതിന്റെ മൂർധന്യ അവസ്ഥയിൽ സകലരിൽ നിന്നും പ്രവർത്തിക്കും. അതായത് എത്ര ശ്രമിച്ചാലും നമുക്ക് ആത്മീയമായി ഉയരാനോ വളരാനോ പറ്റാത്ത ലെവലിൽ നമ്മളെ ബ്ലോക്ക് ചെയ്ത് കുരുക്കി നമ്മളെ മനസ്സിനെയും തെറ്റിച്ച് സാഹചര്യങ്ങളെയും തെറ്റിച്ച് നമ്മളെ ഒരു കാരണവശാലും ദൈവത്തിന്റെ വ്യവസ്ഥകളോ നിയമങ്ങളോ പാലിക്കാനോ ആ ഒരു മനസ്സിലേക്ക് എത്താനോ സമ്മതിക്കാതെ നമ്മളെ മാനസികമായി തകർത്ത് പുറകോട്ട് വലിക്കുന്ന ഈ മെയിൻ സാധനമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ സകലരും പ്രവർത്തിക്കുന്നത്. ഇനി ഒരു വ്യക്തിയിൽ ഇത് വരുമോ, ഇതൊരു വ്യക്തിയായിട്ട് വരുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. വ്യക്തിയായിട്ട് അവസാനം എല്ലാവരെയും ഭരിക്കാൻ കണക്കിന് ഒരു വ്യക്തിയിലൂടെ ഇത് പ്രവർത്തിക്കും. ആ സമയത്ത് കൽക്കിയും ഒരു വ്യക്തിയായി, അല്ലെങ്കിൽ ഈ യേശുവിന്റെ 2ാം വരവ് എന്നൊക്കെ പറയുന്ന പോലെ ആ ക്രിസ്തു യേശുവിന്റെ അകത്ത് 30ാമത്തെ വയസ്സിൽ പ്രവേശിച്ച് പ്രവർത്തിച്ച ആ ആത്മാവ്, അതും ക്രിസ്തുവായി ഈ ഭൂമിയിൽ 2ാമത് തിരിച്ചു വരും. ഇതേ സമയത്ത് തന്നെയാണ് ഈ കലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ആന്റി ക്രൈസ്റ്റായി നിൽക്കുന്ന ഈ പൈശാചിക ശക്തിയും
ഒരു വ്യക്തിയിലൂടെ തന്നെ പ്രവർത്തിക്കും. അത് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ ക്രിസ്തുവിന്റെ ആത്മാവ് പല വ്യക്തികളിലൂടെയും പ്രവർത്തിക്കുന്നത് പോലെ ഈ മെയിൻ സാധനമായ അല്ലെങ്കിൽ ഈ കൽക്കിയുടെ ആത്മാവ് പല വ്യക്തികളുടെയും പ്രവർത്തിക്കുന്നത് പോലെ ഇതേ സമയത്ത് തന്നെ ഈ കാലഘട്ടത്തും ഈ പൈശാചിക നേതാവിന്റെ ശക്തിയുടെ മെയിൻ പകർച്ച പല വ്യക്തികളിലൂടെയും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇനി അവസാനം ഒരു വ്യക്തിയിൽ വന്നെത്തി പൂർണ്ണമായ ഒരു വ്യക്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ലെവലിലേക്ക് എത്തും. ആ സമയത്ത് ഈ ദൈവത്തിന്റെ പകർച്ചയിലുള്ള അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ കൽക്കി എന്ന് പറയുന്ന ഈ ശക്തി ആ ശക്തിയെ അല്ലെ മെയിൻ ആളിനെ തോൽപ്പിച്ച് ഭൂമിയെ ദൈവത്തിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരും. അപ്പോഴേക്കും പൂർണ്ണ സത്യയോഗം വന്നിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ സാധനം അത് അവന്റെ പകർച്ച പല മനുഷ്യരിലും ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുന്ന പലരും എന്നെ വിളിച്ചിട്ട് എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ജയിച്ചു വരാൻ പറ്റുന്നില്ല, നിയമം പാലിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിരാശ പറയുന്ന പലരും ഉണ്ട്. നിങ്ങളിലൊക്കെ ഈ മെയിൻ സാധനമാണ് ഇപ്പം കയ്യേറി നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പൈശാചിക ശക്തി എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഹിന്ദു മതത്തിൽ ആ അടിസ്ഥാനത്തിലാണ് വന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ കലി എന്ന രൂപത്തിൽ ഇവൻ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. പക്ഷെ പേടിക്കേണ്ട, ദൈവം ഈ കാലഘട്ടത്ത് ആത്മീയ വളർച്ച വരേണ്ടി അല്ലെങ്കിൽ ആത്മീയ വളർച്ച വന്ന് പൂർണ്ണതയിലേക്ക് എത്തേണ്ടവരെ ദൈവം സഹായിച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്നിലൂടെയൊക്കെ ആ സഹായം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു തുടക്കമാണ്, ഇതല്ല ഇതിനപ്പുറമുള്ള വലിയ സഹായങ്ങൾ പുറകെ വരും. പക്ഷെ ആദ്യം അവരവരുടെ കപ്പാസിറ്റി വെച്ചും അവരുടെ ബുദ്ധി ശ്രമവും വെച്ചും മാക്സിമം ഈ പൈശാചിക നേതാവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കണം. എത്ര കണ്ട് ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ദൈവം അടുത്ത ലെവൽ സഹായങ്ങൾ ചെയ്യും. അത് മാറ്റമൊന്നുമില്ല. എന്തായാലും ഈ കാലഘട്ടത്ത് എന്നിലൂടെയൊക്കെ ഈ മെസ്സേജ് കേട്ട് ആ സൃഷ്ടാവ ദൈവത്തിന്റെ മെയിൻ ഹൈ ലെവലിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരെ ദൈവം ജയിപ്പിച്ചിരിക്കും. അവരിലുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എതിർ ക്രിസ്തുവിനെ തോൽപ്പിച്ച് അവനെ ജയിപ്പിച്ചിരിക്കും. ഒരു മുസ്ലിം മതത്തിൽ നിൽക്കുന്നവനാണെങ്കിൽ ഈ ദജ്ജാലിനെ തോൽപ്പിച്ചിരിക്കും. ഹിന്ദു ആണെങ്കിലും ഈ കലിയെ തോൽപ്പിച്ചിരിക്കും. എന്തായാലും നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അല്ലെങ്കിൽ ഏത് മതമാണ് നിങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ജന്മത്തിൽ വന്നിരിക്കുന്നത്, അപ്പൊ നിങ്ങൾ തിരിച്ചറിയണം ആ പേരിലാണ് ഈ പൈശാചിക ശക്തി നിങ്ങളെ ഇപ്പോ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ യുഗങ്ങളിലൊക്കെ ഇവൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ യുഗങ്ങളിലെല്ലാം ഈ കലി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ പൈശാചിക ശക്തി തന്നെയാണ് അവസാനം മനുഷ്യനെ നിയന്ത്രിച്ച് വരുന്നത്. അപ്പോഴാണ് ഈ അവതാരമായി വരുന്ന പകർച്ചയിൽ വരുന്ന ആ വ്യക്തിയിലൂടെ ഒരു വലിയ മാറ്റവും നാശവും ഒക്കെ കൊണ്ടുവരുന്നതെല്ലാം ഈ പൈശാചിക ശക്തിയെ തോൽപ്പിക്കാൻ തന്നെയാണ്. പക്ഷെ അന്നത്തെ പോലെ അല്ല ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ പൈശാചിക ശക്തിയുടെ ഫുൾ പവർ എടുത്തും കൊണ്ട് മനുഷ്യരെ തെറ്റിക്കുന്ന പ്രവൃത്തിയാണ് ഈ കലിയുഗത്തിൽ നടക്കുന്നത്. ഈ കലിയുഗത്തിലാണ് അവന്റെ ഫുൾ പവർ എടുക്കുന്നത്. അപ്പൊ അതുപോലെ സൃഷ്ടാവ ദൈവവും ഈ കലിയുഗത്തിലാണ് കഴിഞ്ഞ എല്ലാ കാലഘട്ടത്തെയും അല്ലെങ്കിൽ ആ യുഗങ്ങളെക്കാട്ടിലും ശക്തമായ രീതിയിൽ ഫുൾ പവറായിട്ട് ഈ കലിയുഗത്താണ് സൃഷ്ടാവാൻ ദൈവവും പ്രവർത്തിക്കുന്നത് എന്ന സത്യം കൂടി തിരിച്ചറിയണം. ഈ യുദ്ധത്തിൽ ദൈവം ജയിച്ചിരിക്കും, ഈ പൈശാചിക ശക്തി തോറ്റിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്ത്